നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ മാമ ഞാൻ കൊലക്കുറ്റം ചെയ്തു വന്ന് ഇവിടെ കിടക്കൊന്നുമല്ല. മാമൻ വെച്ച വക്കീല് കൊള്ളായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ പുറത്തു വന്നേനെ. ആ ഇനി വക്കീലിനെ കുറ്റം പറഞ്ഞു. എടാ നീ പച്ച വെള്ളം ചവച്ചിറക്കിയത് കൊണ്ടല്ലേ അറസ്റ്റിലായത്. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്താ ഏട്ടാ ഇത്? ഇവിടെ നിന്ന് ഏട്ടൻ അവനെ ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. ആ വക്കീല് കൊള്ളില്ലെങ്കിൽ നല്ലൊരു വക്കീലിനെ വെച്ച് എങ്ങനെയെങ്കിലും എന്റെ മോനെ ഒന്ന് പുറത്തിറക്കാൻ നോക്ക്. വേണ്ട, മാമനി ഒന്നും ചെയ്യണ്ട. അടുത്ത തവണ എനിക്ക് വേണ്ടി ഹാജരാവുന്നത് വേറൊരു വക്കീലായിരിക്കും. അപ്പോ പഴയ വക്കീലിനെ ആര് മാറ്റി? മാറ്റിയിട്ടൊന്നുമില്ല, അയാളും ഉണ്ടാവും. അങ്ങനെ ചില ധാരണകൾ അകത്ത് വെച്ച് നടന്നിട്ടുണ്ട്. തൽക്കാലം മാമൻ അത് മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഇറങ്ങിയിട്ട് പറയാം. എന്നാ പിന്നെ നിങ്ങൾ പൊക്കോ. അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ഉടനെ ഇറങ്ങും. അതുവരെ മാമ നോക്കിക്കോളൂ അമ്മേ. ചീരുവിന്റെ കാര്യത്തില് ഞാൻ എന്താ വിനയ ചെയ്യേണ്ടത്? ഞാൻ ഏട്ടനെയും കൂട്ടി അവളുടെ വീട്ടിലൊന്ന് പോയാലോ? എന്തിനാ വെറുതെ അവിടെ പോയി നാണം കിടന്നത്? അതൊന്നും വേണ്ട. ഞാനും പറഞ്ഞത് അത് തന്നെയാടാ. ചീരുവിനെ വിളിച്ചപ്പോ കിട്ടിയതൊന്നും പോരല്ലേ ദിയ നിനക്ക്? അവള് വേറൊന്നും ചെയ്യണ്ട. വിവാഹമോചനത്തിന് കൊടുത്ത കേസ് ഒന്ന് പിൻവലിച്ചാൽ മാത്രം മതിയായിരുന്നു. അവള് കേസ് കൊടുത്തല്ലേ ഉള്ളൂ അമ്മേ. ഇപ്പൊ വന്നതുപോലെ ഇനിയും വക്കീൽ നോട്ടീസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അതിനൊന്നും തൽക്കാലം പ്രതികരിക്കാൻ പോകുന്നതേയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മയ്ക്കും മാമനും കാണാം. എന്നെ കാണാൻ ചീരു നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? നിന്നെ കാണാൻ ചീരു വീണ്ടും വീട്ടിലേക്ക്